അതെ, ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ തമ്മിൽ വെട്ടുപിടിച്ചാവണ്ട. ആ മരം മുറിക്കാൻ ഞാൻ ചാണ്ടീനെ വിളിക്കാം. നീ ആ ദരിച്ചുകുഴി സ്ലാബിട്ട് മൂടാൻ നോക്ക്. ഹലോ, ചാണ്ടി അല്ലേ? ഇവിടെ ആ സുദേവന്റെ വീട്ടില് ഒരു മരം മുറിക്കാനുണ്ട്, അത്യാവശ്യമാണ്. ഇപ്പൊ തന്നെ ഒന്ന് പോവാ. അടുത്തടുത്ത് വീടൊക്കെ കെട്ടിപ്പറക്കുമ്പോൾ പരസ്പരം ഒരു വിട്ടുവീഴ്ച മനോഭാവവും സ്നേഹമൊക്കെ വേണം. അല്ലെങ്കിൽ ഇതല്ല ഇതിലപ്പുറമൊക്കെ ഉണ്ടാവും. ഞാനൊരു കാര്യം പറയാം. വലിയൊരു മുതല് കിട്ടിയാൽ മതി. അപ്പൊ പരസ്പരം കണ്ടിട്ട് കാണണ്ടല്ലോ. കണ്ടാലല്ലേ കുഴപ്പമുള്ളൂ. എന്നാ തുടങ്ങല്ലേ? ഞാൻ കളിക്കാൻ പോയിട്ട് വരാവേ. വെക്കേഷൻ അല്ലേ അമ്മേ? സുദേവ, എന്തൊക്കെയുണ്ട്? എന്തൊരു മര്യാദ ഇല്ലാതെ. മര്യാദയാ നിന്നോടാ? നിനക്കൊക്കെ ഈ മര്യാദ മതി. അത് ശരി, രാവിലെ തന്നെ അംഗം വെട്ടാനുള്ള പരിപാടിയല്ല. ഞാൻ എന്ത് മര്യാദയാണ് നിന്നോട് കാണിച്ചത്? ഇല്ലടാ, നീ മാന്യൻ. നീ എന്ത് തോന്നിയ ദിവസം അവിടെ നിന്ന് കാണിച്ചാലും ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചെന്നില്ലേ? ഞാൻ നിന്റെ വീട്ടിൽ കയറി വല്ല അക്രമം കാണിച്ചു? എന്നാ നിന്റെ തലയെടുക്കും പന്നി. കാലത്തന്നെ തലയെടുത്ത് തുടങ്ങിയ കളിച്ചു. എന്നാ നീ കാര്യം പറയട ഊളെ. അത് നിന്റെ തന്തന് വെക്കണ പാട്ടി. ഈ അടുക്കള പണി പോയി നോക്കിയ ആളുകൾ സമയം ദൂരമുള്ള കാര്യം. പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ. വെറുതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കല്ലേ. നിങ്ങളിങ്ങനെ വഴക്കുണ്ടാക്കല്ലേ ചേട്ടാ. നമുക്ക് അവനാണ് ഇങ്ങോട്ട് അലമ്പുണ്ടാക്കിയത് തന്നെ. ഞാനൊരു പ്രശ്നം ഉണ്ടാക്കില്ലാണ്. ഇതിനാണ് നമ്മളെ അലമ്പുണ്ടാക്കുന്നത്. ഞാൻ ഇത് ചെയ്തു. എന്താ കാലത്ത് തന്നെ തുടങ്ങിയ രണ്ടുപേരും? വൈകുന്നേരം ആവുമ്പോ കെട്ടിപ്പിടിച്ച് നടക്കണാണ്. കള്ള് കൊടുത്താലേ അവർക്ക് സുബോധം വരും. കള്ളിന്റെ ഒരു ഗുണേ. നിന്റെ വീട്ടിലെ കക്കൂസ് ഉണ്ടാ, കുളിമുറി ഉണ്ടാ, അടുക്കള ഉണ്ടാ? ഉണ്ടല്ലോ. ഇതൊന്നും ഇല്ലാതെ ആരെങ്കിലും വീട് പണിയോ? മരമണ്ടാൻ ഉണ്ടല്ലോ. അതിന്റെ അഴുക്കുള്ളൊക്കെ എവിടേക്കാണ് ഒഴുകണത്? എന്റെ പറമ്പിലേക്ക്, അല്ലാണ്ട് എവിടേക്കാ? നിന്നോട് എത്ര നാളായിടാ ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ട്? ഒരു കുഴി കുത്തിട്ട് 2 ഓട്ടുമുറി വെച്ചിട്ട് സ്ലാബ് ഇട്ട് മൂടാൻ. പിന്നെ നീ പറയണത് കേൾക്കാനല്ല ഞാനിവിടെ ഇരിക്കണേ. ഞാനിവിടെ കുറച്ച് ചീരയും പച്ചമുളകും പയറൊക്കെ നട്ടിട്ടുണ്ട്. അതിന്റെ കടക്കലേക്കാ വെള്ളം പോണത്. അത് കാണുമ്പോഴുള്ള അസൂയ നിനക്ക്. സുദേവ, കനകം പറയുന്നത് ശരിയല്ലേ? ഈ അടുക്കളത്തോട്ടം എന്ന കൺസെപ്റ്റ് തന്നെ അതല്ലേ? എന്റെ മെമ്പറെ, നിങ്ങൾ കാര്യമായിട്ട് കണവണ വർത്താനം പറയല്ലേ? നല്ലൊരു മഴ പെയ്ത് ഞാൻ ഒലിച്ചിറങ്ങണ വെള്ളം കംപ്ലീറ്റ് എന്റെ പറമ്പിലേക്ക് കിണറ്റിലേക്ക് വരാം. മറ്റൊരു ക്ഷമയ്ക്കൊരു പരിധി ഉണ്ട് കേട്ടോ. ഞാൻ എന്റെ മക്കളും ഇവന്റെ തീട്ടോളം കുടിച്ച് കിടക്കട്ടെ എന്നാണോ മെമ്പർ പറയണത്? എന്താ എന്താ ഇവിടെ പ്രശ്നം? ഓ വല്ല കനക, സുദേവൻ പറയണേലും കാര്യമുണ്ട്. നീ ഒരാളെ വിളിച്ച് ഒരു കുഴിയെടുത്ത് കുറച്ചോട്ട് കുറിയിട്ട് സ്ലാബ് ഇട്ട് കൂടാൻ നോക്ക്. വെറുതെ അയലക്കത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട. ഓ, താനിപ്പോ അവന്റെ പക്ഷത്തായില്ല. കഴിഞ്ഞ ഇലക്ഷനെ 5 വോട്ടാ എന്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് കുത്തി തന്നത് മറക്കണ്ട. ഞാൻ ഒരാളുടെ പക്ഷത്തുമല്ല, ന്യായത്തിന്റെ പക്ഷത്താ. അത് മെമ്പർ പറഞ്ഞു ശരിയാ. അപ്പൊ ഞാൻ പറഞ്ഞതോ? അതും ശരിയാ. ആണല്ലോ. എന്നാലും ഒരു കാര്യം ചെയ്യ്, അവനോട് ആ തെങ്ങ് വെട്ടാൻ പറ. തെങ്ങ? ഏത് തെങ്ങ്? ആ തെങ്ങ
എന്തൊക്കെ പറയണ കനക? ആ തെങ്ങ് വെട്ടണ്ട ഒരു കാര്യം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ആ തെങ്ങിന്റെ പട്ട കാറ്റത്തെങ്ങാനും എന്റെ വീടിന്റെ മുകളിൽ വീണ് എന്റെ വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് തവിട് പൊടിയായ മാഷ് സമാധാനം പറയോ? കനക, ഒരു 10 വീണ തകർന്ന് വീടാണോ എന്റെ വീട്? അത്ര വീടിനുള്ളൂ. വേണ്ട, കാറ്റൂര തെങ്ങ് വീണാലോ എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ വീടിന്റെ ഉള്ളിൽ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങണം. ഇപ്പോഴത്തെ കാറ്റൊക്കെ വിശ്വസിക്കാൻ പറ്റില്ല. കനക, ഈ ആൾക്കാരെ പൊട്ടന്മാരാക്കരുത്. എത്ര വലിയ കാറ്റ് വീതിയാലും ആ തെങ്ങ് മറിഞ്ഞു വീഴില്ല. അതിനുള്ള ഉയരൊന്നും അതിനില്ല. എന്റെ പൊന്നും നളിന, ഒരു തേങ്ങയ്ക്ക് ഇപ്പൊ എന്താറായിട്ട് അതും ഒരു 10 നാളികേരം പിടിച്ചു കിടക്കണേന്റെ അസൂയണവന്. അസൂയക്ക് കഷണ്ടിക്ക് മരുന്നില്ലേട്ടാ, ഒന്ന് പറഞ്ഞു കൊടുക്കും. അതെടാ അസൂയ തന്നെയാ. നീ പോയി കേസ് കൊടുക്കറ. എന്റെ നളിന, ഇവനോടൊന്നും ഞാൻ മര്യാദ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരെ ചീരും മുളകും പയറും ഞാൻ വലിച്ച് തൂറ കളിയാൻ. എന്നിട്ട് തെങ്ങ് ഞാൻ വെട്ടിട്ടുണ്ടാവും. എന്നാ അതിന്റെ കയ്യേ വെട്ടു. അതിന് എന്റെ കഴുത്തിൽ തലയിലായിട്ട് വേണ്ട. ഇത് ശരിയാവില്ല മെമ്പർ. കാലം പറയുന്നത് തൊടി അതെ, ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ തമ്മിൽ വെട്ടുപിടിച്ചാവണ്ട. ആ മരം മുറിക്കാൻ ഞാൻ ചാണ്ടിനെ വിളിക്കാം. നീ ആ ദരിച്ചുകൂടി സ്ലാബിട്ട് മൂടാൻ നോക്ക്. അത് മെമ്പർ പറഞ്ഞു ശരി. ഹലോ, ചാണ്ടി അല്ലേ? ഇവിടെ ആ സുദേവന്റെ വീട്ടില് ഒരു മരം മുറിക്കാനുണ്ട്. അത്യാവശ്യമാണ്. ഇപ്പൊ തന്നെ ഒന്ന് വാ. അടുത്തടുത്ത് വീടൊക്കെ കെട്ടിപ്പറക്കുമ്പോൾ പരസ്പരം ഒരു വിട്ടുവീഴ്ച പനവും സ്നേഹമൊക്കെ വേണം. അല്ലെങ്കിൽ ഇതല്ല, ഇതിനപ്പുറം ഉണ്ടാവും. ഞാനൊരു കാര്യം പറയാം. വലിയൊരു മുതല് കിട്ടിയാൽ മതി. അപ്പൊ പരസ്പരം കൂടെ കാണണ്ടല്ലോ. കണ്ടാലല്ലേ കുഴപ്പമുള്ളൂ. അത് ശരിയേ. ഇവിടെ നല്ലൊരു റംബൂട്ടാൻ കായ്ച്ചു തുടങ്ങിയതാ. അതിന്റെ എല്ല അവന്റെ പറമ്പിലേക്ക് വീണു എന്ന് പറഞ്ഞിട്ട് അവൻ എന്നെ കൊണ്ട് അത് മുറിപ്പിച്ചതാ. അതിന്റെ വിഷമം ഇപ്പോഴും എന്റെ നെഞ്ചിലുണ്ട്. അവരോട് തെങ്ങ് വെട്ടണ്ടാന്ന് പറയും ചേട്ടാ. നമുക്ക് കൂട്ടാനിക്ക് അരയ്ക്കാൻ നാളികേരമുള്ളത് തരാറ്. എന്നാ തുടങ്ങല്ലേ മെമ്പറേ? നിർത്തട ചാണ്ടിയ, അതിന് മുറിക്കണ്ട. സുദേവ, നീ തെങ്ങും മുറിക്കണ്ട, ഒന്നും മുറിക്കണ്ട. നിന്റെ ഈ വാശി കണ്ടിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാ. നീ എത്രത്തോളം പോകുന്നൊന്ന് കാണണല്ലോ. പിന്നെ എന്റെ വീട്ടിലത്തെ ചെളിവെള്ളം അത് നിന്റെ പറമ്പിലേക്ക് വരാണ്ട് ഞാൻ നോക്കിക്കോളാം. അത് നീ പറഞ്ഞത് ശരിയാ. അപ്പോ താൻ ആടോ തലയെടുക്കള കഴിഞ്ഞിട്ട് ഇപ്പൊ കെട്ടിപ്പിടിക്കലേ. അപ്പോ ഞാൻ നിക്കണോ പോണോ? നിനക്ക് എത്ര കാശാ? എനിക്ക് കാശൊന്നും വേണ്ട. ഇവർ രണ്ടാള് ചോദിച്ചല്ലോ, എനിക്കിത് മതി. പിന്നെ ഈ മരം ഒരു വര, അത് മനസ്സിലാക്കി. ഒരു മരം മുറിക്കുമ്പോഴേ 4 എണ്ണയിലും പുതിയത് വെക്കണം. എടോ, ആപത്ത് നേരത്ത് അകലെ കിടക്കുന്ന ബന്ധുക്കളേക്കാൾ നല്ലത് അടുത്ത് കിടക്കുന്ന ശത്രുവാ. അതെന്നും ഓർക്കണം. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥ.